നിങ്ങൾക്കറിയാമോ, ഞാൻ പഠിച്ചത് ഈ കോൺവെൻറ്റ് സ്കൂളിലാണ്. കോൺവെൻറ്റ് സ്കൂള് അല്ലെങ്കിൽ കോൺവെൻറ്റ് നിന്നിട്ടാണ് ഞാൻ പഠിച്ചത്. അതായത് സിസ്റ്റർമാർ നടത്തുന്നത്. അപ്പോൾ അന്നേരത്തെ സൺഡേ സ്കൂളിലെ, അതായത് +2 വരെയുള്ള ഒരു 5ാം ക്ലാസ് തൊട്ട് +2 വരെയുള്ള സമയത്ത് അന്നേരത്തെ സൺഡേ സ്കൂളിൽ ഒക്കെ കൊണ്ടുപോയിക്കൊണ്ടിരുന്നൊരു ബൈബിളാണിത്. എനിക്ക് ഇങ്ങനത്തെ ഫോട്ടോസൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നേ. അത് ഇങ്ങനെ ബൈബിളിൽ വെക്കുക, ഇങ്ങനെ ഫോട്ടോ ഒക്കെ കിട്ടുമ്പോൾ ഭയങ്കര, വല്ലപ്പോഴേ കിട്ടുള്ളൂ, ഭയങ്കര ഇഷ്ടമായിരുന്നു ഇങ്ങനെ എടുത്ത് ഇങ്ങനെ ബൈബിളിനകത്ത് വെക്കാനും ഒക്കെ ആയിട്ട്. അപ്പോൾ ഞാൻ എന്താണെന്ന് വെച്ചാൽ ഇന്ന് ഇത് എടുത്തതിന് മെയിൻ കാരണം ഈ ഒരു നോട്ടാണ്. അതിനകത്ത് എഴുതിയേക്കുന്നത് കണ്ടോ, വിശ്വസിച്ചാൽ നീ ദൈവമഹത്വം ദർശിക്കുമെന്ന് ഞാൻ നിന്നോട് പറഞ്ഞില്ലേ, അതേപോലെ സ്ത്രീയെ നിൻ്റെ വിശ്വാസം വലുതാണ്, നീ ആഗ്രഹിക്കുന്ന പോലെ നിനക്ക് ഭവിക്കട്ടെ. ഞാൻ +1 പഠിക്കുന്ന സമയത്ത് ഞാൻ ഇങ്ങനെ, അതായത് നമ്മളിങ്ങനെ ബൈബിളിൻ്റെ വചനപ്പെട്ടി അറിയില്ല, അപ്പോൾ ഞാൻ വചനപ്പെട്ടിയിൽ ഇങ്ങനെ പ്രാർത്ഥിച്ച് ഭയങ്കര ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച് എടുത്തപ്പോൾ എനിക്ക് കിട്ടിയൊരു ഇതാണ്. അത് ഞാൻ അപ്പം തന്നെ എഴുതി വെച്ച്. അതേപോലെ പിന്നീട് എപ്പോഴോ പ്രാർത്ഥിച്ച് ഇതേപോലെ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചപ്പോൾ എനിക്ക് കിട്ടിയൊരു കാര്യവും കൂടി, ആ 2 സംഭവം വേറെയും കിട്ടിയിട്ടില്ല എന്നല്ല കേട്ടോ, പക്ഷേ അതിന് ഭയങ്കരമായിട്ട് അന്നേ +1 പഠിക്കുന്ന സമയത്ത് എനിക്കത് മനസ്സിലായി. അതിനൊരു പവറുണ്ടെന്ന്, സത്യമാണ്. ആ പവർ എന്താണെന്നറിയോ? അതെന്താണെന്ന് വെച്ചാൽ അതാണ് മാനിഫെസ്റ്റേഷൻ പവർ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളൊരു കാര്യം ആഗ്രഹിക്കുന്നു, അത് നമ്മൾ കിട്ടിയെന്ന് വിശ്വസിക്കുന്നു, നമ്മൾ അതിലേക്ക് എത്തിച്ചേരുമെന്ന് നമ്മൾ തീവ്രമായിട്ട് ആഗ്രഹിക്കുകയും വിശ്വസിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ബ്രെയിനും അതിനനുസരിച്ച് പ്രവർത്തിക്കും, യൂണിവേഴ്സും അതിനൊപ്പം പ്രവർത്തിക്കും, നമുക്കത് കിട്ടുകയും ചെയ്യും.